ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാ നമുക്കും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അനുക്കുട്ടീനെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞ് അവൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി ആയിട്ട്, അനുക്കുട്ടീനെ നിങ്ങൾ ഈ വേഷത്തിൽ ആദ്യമായിട്ടല്ല കാണുന്നത്. അപ്പോൾ അവൾ 2ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഫ്തിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സ്കൂൾക്ക് ഇങ്ങനെയാണ് കേട്ടോ, യൂണിഫോമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളൊക്കെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞ് അവളൊക്കെ റെഡിയാക്കിയിട്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുന്നുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവളെ റെഡിയാക്കിയിട്ട് പിന്നെ അവളങ്ങോട്ട് സ്കൂളിലോട്ട് കുറച്ച് അങ്ങോട്ട് വീടിൻ്റെ അടുത്തോട്ട് വണ്ടി വരില്ല കേട്ടോ, ലേശം ഒന്ന് നടന്നിട്ട് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ അവളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ആക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് തിരുമ്മാളതൊക്കെ ഞാൻ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പണി അതെടുത്തുള്ളൂ, നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും, അപ്പോൾ പോകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബെഡ് കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനും പിന്നെ കുറേ ആൾക്കാർക്ക് സംശയമാണ് നമ്മൾ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൊണ്ട് അതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഒരു കുഴപ്പമില്ല കേട്ടോ. കൈക്ക് വെയിറ്റുള്ളതായിട്ട് കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴാണ് കൈക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നില്ല. അത് സർജറി കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ റെസ്റ്റ് എടുത്ത് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം എനിക്ക് 3 വർഷമായിട്ടോ. അപ്പോൾ അതിന് ഞാൻ വലിയ റെസ്റ്റും കാര്യങ്ങളൊന്നും കൈ കൊടുത്തില്ല. പിന്നെ നമ്മളെപ്പോഴും ഒരാളെ ആശ്രയിച്ചിരിക്കുന്നത് നല്ലത്. നമുക്ക് വയ്ക്കുന്ന കാലത്ത് നമുക്ക് എങ്ങനെ വയ്ക്കുന്നത് അതുപോലെ ചെയ്യുക. വയ്യാണ്ടാവുമ്പോൾ മാത്രം ഒരാളെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല കേട്ടോ. നമ്മൾ നോക്കുന്നവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമും കാര്യങ്ങളൊക്കെ അങ്ങ് ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ടേബിളൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ കൈ കൊണ്ട് കൂടുതലും ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പെയിനും കാര്യങ്ങളും. പിന്നെ ആ കയ്യിൽ മുറിയൊക്കെ ആവുന്ന സമയത്ത് കത്തിയാൽ തട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ട് മുറിയൊക്കെ ആവുന്ന സമയത്ത് അപ്പോൾ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറേയൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കട്ടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി ഉണ്ടാക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞു. തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അച്ചാറുണ്ട്, നമ്മുടെ സ്പെഷ്യൽ അച്ചാറുണ്ട്. പിന്നെ അപ്പുറത്ത് മുത്താത്ത ബീഫും പിന്നെ തേങ്ങാച്ചോറുണ്ടല്ലോ, അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ മീൻകറി ഉണ്ട്, ഉപ്പേരി, പപ്പടം, അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്കലേക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മുളകും പൊടിയൊക്കെ ആവശ്യമായിട്ട്. അപ്പോൾ ഞാൻ മുളകും പൊടി അത്യാവശ്യം നമുക്ക് വേണം അച്ചാറുണ്ടാക്കുന്നത് കാരണം. അപ്പോൾ മുളകൊക്കെ ഒന്നങ്ങ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഞെട്ടിയുള്ള ഭാഗമുണ്ടല്ലോ അതിൻ്റെ പകുതിയോളം കളി കിട്ടുക, അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോവും. നമ്മൾ അച്ചാറിലൊക്കെ അത്യാവശ്യം ഇടുമ്പോഴാണ് നമുക്ക് അതിനൊരു കളറും ഒക്കെ കിട്ടുക. അപ്പോൾ എരിവ് കുറഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന പൊടികളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു പൊടിയും കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇടുന്നില്ല. നമ്മൾ വീട്ടിലെങ്ങനെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അതുപോലെ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കുന്നത് സുർക്കയും പിന്നെ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാർ അത്യാവശ്യം ഒരുപാട് എന്ന് പറയുമ്പോൾ മാസങ്ങളോളം ഒന്നും ഇരിക്കില്ല. ഇപ്പോൾ 2 മാസം അല്ലെങ്കിൽ 1 മാസം പിന്നെ പെട്ടെന്ന് കഴിയും. അരക്കില്ലാനൊക്കെ അധികം ആൾക്കാർ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം അനുക്കുട്ടിയൊക്കെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പൊക്കവടയും കാര്യങ്ങളൊക്കെ പൊക്കവട പഴം വെച്ചിട്ട് പൊക്കവട പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പൊക്കവട എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മധുരമാണ് കേട്ടോ. ചെറുപഴവും തേങ്ങയും പിന്നെ അരിപ്പൊടിയും മൈദയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളെന്താ പൊക്കവട ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തമ്മിലിൽ വെറുതെ ഒരു ഗൂഗിളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ വീടൊന്നല്ല, നമ്മുടെ വീട്ടിൽ ഇനിയും ഒരുപാട് പണികളൊക്കെ ബാക്കിയുണ്ട്. ഇൻഷാല്ലാ അത് സമയമാകുമ്പോൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ ഇതന്നെ നമ്മൾ ഇതിൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഇത് ഇങ്ങനെ നടന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സമയമാകുമ്പോൾ അത് നടക്കും ഇൻഷാല്ലാ. പിന്നെ ഞാൻ അച്ചാറുണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അച്ചാറുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കണമെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എങ്ങനെ ഉണ്ടാക്കണതെന്നൊക്കെ. പിന്നെ നമ്മൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നല്ല സാധനങ്ങൾ വെച്ചിട്ടാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. യാതൊരു പ്രിസർവേറ്റീവും കാര്യങ്ങളും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നില്ല. കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന സുർക്ക, വിനാഗിരി,
പിന്നെ നല്ലെണ്ണയിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ മീനാണെന്നുണ്ടെങ്കിലും ബീഫ് അച്ചാറും മീനച്ചാറൊക്കെ ഉണ്ടാക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള സാധനം നോക്കിയിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളും നമ്മൾ അച്ചാറിനുണ്ട്. പിന്നെ അതാ കൊറിയർ അയച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യാറ്. ദൂരക്കൊക്കെ ഓർഡർ വരുന്ന സമയത്ത് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. 1 കിലോന് 1 കിലോന് അയക്കാൻ നമുക്ക് 60 രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ 1 കിലോനും കൂടുതലൊക്കെ ആകുമ്പോൾ പിന്നെ അതിൻ്റെതായ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പറാണ് ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി. ഇത് വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. പിന്നെ ബീഫ് ഉണ്ട്, മീനുണ്ട്, പിന്നെ വെളുത്തുള്ളി ഈത്തപ്പഴം മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് അച്ചാറുകളുണ്ട് കേട്ടോ. പിന്നെ എന്താ 10 ടൈപ്പ് അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഓർഡറിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കലാണ്, അല്ലാതെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും